ട്രെയിനിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പുനലൂർ ചെങ്കോട്ട യാത്രമധ്യേ പാലരുവി എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ യാത്രക്കാരൻ എടുത്തുകൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും മുത്തശ്ശനോടൊപ്പം കേരളത്തിൽ തീർത്ഥാടനത്തിനായി എത്തി പാലരുവി എക്സ്പ്രസിൽ മടങ്ങിപ്പോവുകയായിരുന്ന 6 വയസ്സുകാരി പെൺകുട്ടിക്കാണ് പുലർച്ചെ യാത്രക്കാരന്റെ കൊടിയ പീഡനം നേരിടേണ്ടി വന്നത്. കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു യാത്രികൻ കാണുകയും തെളിവിനായി വീഡിയോ ചിത്രീകരിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തതിനാൽ പ്രതി പോലീസ് പിടിയിലായി. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം ആയത്തിൽ വടക്കേവിള വില്ലേജിൽ പുളിയത്ത് മുക്കിൽ ആനത്തറ വടക്കേതിൽ 40 വയസ്സുള്ള സാനിഷാണ് പോലീസ് പിടിയിലായത്. പാലരുവി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തശ്ശനോടൊപ്പം യാത്ര ചെയ്തിരുന്ന കുട്ടി പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെ അതിൽ യാത്ര ചെയ്തിരുന്ന പ്രതി കുട്ടിയെ ഉറക്കത്തിലെടുത്തു കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയ തമിഴ് കുടുംബത്തിലെ 6 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ 40 വയസ്സുള്ള കൊല്ലം സ്വദേശിയായ സാനിഷ് എന്നയാളെ പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾക്ക് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്തുവ പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസ്സിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിലത്ത് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൂപ്പൻ്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തിന് ദൃക്സാക്ഷിയായ യാത്രക്കാരൻ പ്രതി രക്ഷപ്പെടാതെ തന്ത്രപൂർവ്വം ഇടപെട്ട് പോലീസിൽ വിവരം നൽകിയതുമൂലമാണ് സമയബന്ധിതമായി പോലീസിന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. പുനലൂർ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ SHO PK പ്രദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രേംകുമാർ, കണ്ണൻ, ധനേഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരാണ് പ്രതിയെ പിടികൂടാൻ നേതൃത്വം നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.